ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ജഡ്നോ ചുഡൽ തക്രി എന്ന ഒരു പഞ്ചാബി മൂവിയാണ്. ഇതൊരു ഫാന്റസി ഫീൽ ഗുഡ് മൂവിയാണ്. ഒരുപാട് നാളായിട്ട് കല്യാണം കഴിക്കാതിരിക്കുന്ന നായകൻ ഫൈനലി ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അവളെ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചതിന് ശേഷമാണ് നായകൻ മനസ്സിലാക്കുന്നത് അവൻ കല്യാണം കഴിച്ച ആ പെൺകുട്ടി ഒരു പ്രേതമായിരുന്നു എന്ന്. ശേഷം നായകന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളെല്ലാം പറയുന്ന ഒരു കിടുക്ക മൂവിയാണിത്. അപ്പൊ ഈ ഒരു മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇനി ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ നായകനെയും അവന്റെ കുറച്ച് ഫ്രണ്ട്സിനെയും കാണിക്കുന്നു. അവരെല്ലാരും കൂടി ഇപ്പം ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ നായകന്റെ ഫ്രണ്ട്സിനെ എല്ലാം കല്യാണം കഴിഞ്ഞതാണ്. അവരുടെ കൂടി ഇപ്പൊ അവരുടെ ഭാര്യമാരും ഉണ്ട്. എന്നാൽ നമ്മുടെ നായകൻ ഇപ്പോഴും സിംഗിൾ ആണ്. അങ്ങനെ ബാച്ചിലറായ നമ്മുടെ നായകൻ ഈ സമയം ചെറിയ കുസൃതികളെല്ലാം കാണിക്കുന്നു. അതായത് ട്രിപ്പ് വന്ന സ്ഥലത്ത് ഇപ്പൊ രണ്ടുമൂന്ന് പെണ്ണുങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് അവരെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയൊക്കെ ചെയ്യുവാണ്. അങ്ങനെ ഇപ്പൊ അവരെല്ലാം കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നായകന്റെ ആ കൂട്ടുകാരുടെ ഭാര്യമാര് കാണുന്നു. അതും കൂടി കാണുമ്പോഴേക്കും അവരുടെ ഭാര്യമാർക്കാകെ പൊളിയുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകനെ പറ്റി പറയാൻ തുടങ്ങുവാണ്. ഇത്രയും നാളായിട്ടും നായകൻ കല്യാണം കഴിക്കുന്നതിന് കാരണം ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ച ഈ ഫ്രീഡം മുഴുവൻ അങ്ങ് പോകും. ഭാര്യയായിട്ട് വരുന്നവള് ഒരു യക്ഷീനെ പോലെയായി മാറി ജീവിതം തന്നെ ഇല്ലാതാക്കുമെന്നുള്ള അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ നായകൻ. അതുകൊണ്ട് തന്നെ കല്യാണത്തിനോട് നായകൻ താല്പര്യമില്ല, എന്നാൽ പ്രണയത്തിനോട് താല്പര്യമുണ്ട്. അതാകുമ്പോ വേണ്ടാന്ന് തോന്നി ഇട്ടിട്ട് പോവാലോ. അങ്ങനെയിരിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു നായകൻ അവിടെ അടുത്തുള്ള ഒരു മ്യൂസിയത്തിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് റാണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നായകൻ മീറ്റ് ചെയ്യുന്നത്. ഈ റാണിയാണ് നമ്മുടെ മൂവിയിലെ നായിക. ഈ മ്യൂസിയത്തില് പണ്ട് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന രാജാവിന്റെ ആടയാഭരണങ്ങളും കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ ചെയ്തെല്ലാം കണ്ട നമ്മുടെ നായകന് ആ രാജാവിന്റെ വസ്ത്രമൊക്കെ ഒന്ന് എടുത്ത് ധരിച്ചാൽ കൊള്ളാൻ തോന്നുവാണ്. അങ്ങനെ അവൻ ആ ഷെൽഫ് തുറന്ന് അതെടുത്ത് ധരിക്കുന്നു. ഈ സമയം നായകന്റെ മൈൻഡിലേക്ക് പണ്ട് ഈ വസ്ത്രം നായകൻ ധരിച്ച പോലത്തെ ചില ഓർമ്മകളെല്ലാം കടന്നു വരുവാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ രാജാവിന്റെ പുനർജന്മമാണ് ഇപ്പത്തെ നമ്മുടെ നായകനെന്ന്. അങ്ങനെ ഇപ്പൊ ആ വസ്ത്രമെല്ലാം എടുത്ത് ധരിച്ച് നായകൻ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് റാണി എന്ന് പറയുന്ന നമ്മുടെ നായിക അവിടേക്ക് വരുന്നു. ആഹാ കൊള്ളാലോ, ഈ ഡ്രസ്സ് നിങ്ങൾക്ക് പെർഫെക്റ്റ് മാച്ച് ആണല്ലോ എന്നൊക്കെ ഈ സമയത്ത് നായകനോട് പറയുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാ, എന്റെ അളവെടുത്ത് തയ്ച്ചു വെച്ച പോലെയുണ്ട്. ഇങ്ങനെല്ലാം നായകനും തിരിച്ചു പറയുന്നു. അങ്ങനെ ഇപ്പൊ അവരവിടെ വെച്ച് പരിചയപ്പെടുവാണ്. ഈ സമയം നായിക അവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന്. അപ്പൊ നായകൻ പറയുന്നു ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. അത് പറ്റി കല്യാണം കഴിക്കാത്തതെന്ന് നായിക ചോദിക്കുമ്പോൾ എനിക്ക് ആ കൺസെപ്റ്റിനോട് ഒട്ടും താല്പര്യമില്ല. ഇത് കേട്ട നായിക ആ താല്പര്യം മാറ്റേണ്ട സമയമായിട്ടില്ല എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട നായകന് മനസ്സിലാവുകയാണ് അവള് തന്നെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുവാണെന്ന്. അപ്പൊ പാവം നമ്മുടെ നായകന്റെയും മനസ്സിളക്കുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ വെച്ച് പരിചയപ്പെടുന്നവരെ പിന്നീട് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്നു. അങ്ങനെ മീറ്റ് ചെയ്ത് അവര് തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുന്നു. ആ ഫ്രണ്ട്ഷിപ്പ് പതിയെ പ്രണയമായിട്ട് മാറുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്ത് നായകനവന്റെ ആ കൺസെപ്റ്റ് എല്ലാം മാറ്റിവെച്ച്, അതായത് കല്യാണം കഴിക്കാൻ അവന് താല്പര്യമില്ലായിരുന്നല്ലോ, ആ തീരുമാനം എല്ലാം മാറ്റിവെച്ച് അവന്റെ വീട്ടുകാരോട് എന്ന് പറയുവാണ് ഞാനൊരു പെൺകുട്ടിനെ കണ്ടുപിടിച്ചു, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോവാണെന്ന്. അവന്റെ വീട്ടുകാർ കുറെ നാളായിട്ട് അവനോട് കല്യാണം കഴിക്കുന്ന ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്നാൽ നായകൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എന്നാൽ ഇപ്പൊ നായകൻ തന്നെ വന്ന് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വീട്ടുകാർ ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് അധികാരം വിളിക്കാതെ നൈസായിട്ട് നായകൻ അവന്റെ കല്യാണം അങ്ങ് നടത്തുന്നതായിട്ടാണ്. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് നായകനെയും കൂട്ടിക്കൊണ്ട് നായകൻ വീട്ടിലേക്ക് വരുന്ന സമയം അവിടെ നായകന്റെ ആ 3 ഫ്രണ്ട്സും തലമുടിയെല്ലാം മൊട്ടയടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് നായകൻ നിങ്ങൾ എന്താ ഇങ്ങനെ തലമുടിയെല്ലാം മൊട്ടയടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുവാണ്. എന്നാൽ പെൺകുട്ടികൾ ഞങ്ങളുടെ തലയെ തൊട്ട് ഹെയർ സ്റ്റൈല് കൊള്ളാന്ന് പറഞ്ഞതിന് ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾക്ക് അന്ന് ശിക്ഷയാണെന്ന് ഈ സമയത്ത് അവന്മാര് നായകനോട് പറയുവാണ്. അതുപോലെ തന്നെ നായകന്റെ ഒരു കൂട്ടുകാരൻ നായകനോട് പറയുവാണ് അളിയ ഇല്ലെങ്കിൽ നീ പറഞ്ഞത് ശരിയാടാ, കല്യാണം കഴിഞ്ഞ ഭാര്യമാര് യക്ഷീനെ പോലെയായി പുരുഷന്മാരെ ഇങ്ങനെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കും. ഇത് കേട്ട നായകൻ അച്ഛന്മാരെ ഞാൻ നിങ്ങളോട് മറച്ചു വെച്ച ഒരു കാര്യം ചെയ്തു ഇങ്ങനെയും പറഞ്ഞ് കാറിലുള്ള നായകനെ പുറത്തേക്ക് ഇറക്കുവാണ്. അപ്പോഴാണ് നായകന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം ഇവര് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയൊന്നും പറയുകയും ചെയ്യാതെ നായകൻ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചുകൊണ്ട് അവന്മാര് പിണങ്ങി നിൽക്കുന്ന സമയം എന്തൊക്കെയോ പറഞ്ഞവരെ സമാധാനിപ്പിച്ച് നായകൻ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അതിനുശേഷം ആദ്യരാത്രിക്ക് നായകൻ അവരുടെ റൂമിലേക്ക് വരുവാണ്. ഈ സമയം ഒരു കാഴ്ച കണ്ട് നായകൻ അകഞ്ഞിട്ടുന്നു. നമ്മുടെ നായികയില്ലേ അവള് ഫാനിൽ കയറിയിരിക്കുവാണ്. നീ എന്താ വല്ല സർക്കസുകാരി എങ്ങനെയാണോ ഇങ്ങ് താഴേക്ക് ഇറങ്ങി പെണ്ണേന്ന് നായകൻ ഈ സമയം അവളോട് പറയുന്നു. ഇത് കേട്ട നായിക പറയാണ് ഞാൻ സർക്കസുകാരി ഒന്നുമല്ല, ഞാനൊരു യക്ഷിയാണെന്ന്. ഇത് കേട്ട നായകൻ നീ ചുമ്മാ കളി പറയില്ലേ എന്നും പറഞ്ഞ് വീണ്ടും അവളോട് താഴേക്ക് ഇറങ്ങാൻ പറയുന്നു. അപ്പൊ അവള് പറഞ്ഞത് നായകന് സത്യമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇപ്പൊ യക്ഷിന്റെ രൂപത്തിൽ അവള് മാറുവാണ്. അങ്ങനെ ഈ ഒരു കാര്യം കണ്ട് നായകൻ ആകെ ഷോക്കാവുന്നു. അങ്ങനെ പേടിച്ചു വിറച്ചിരിക്കുവാണെങ്കിലും നായകൻ ഈ സമയത്ത് ചോദിക്കുന്നുണ്ട് നീ ഒരു യക്ഷിയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചതെന്ന്. നീ എല്ലാവരോടും പറഞ്ഞു നടക്കുമല്ലായിരുന്നോ കല്യാണം കഴിഞ്ഞ ഭാര്യ യക്ഷിയായി മാറി ഭർത്താക്കന്മാരെ ടോർച്ചർ ചെയ്യുമെന്ന്. അത് നിനക്കൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിച്ചത്. ഇത് കേട്ട നായകൻ കാറിക്കൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഓടുവാണ് പുറത്തേക്ക്. അടുത്ത സീനിൽ നായകൻ അവന്റെ ഫ്രണ്ട്സിനെ പോയി കണ്ട് എടാ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു യക്ഷിനെയാടാന്ന് പറയുന്നു. ആ കല്യാണം കഴിഞ്ഞ ഭാര്യമാർ യക്ഷിയായി മാറും എന്നുള്ളതിന്റെ സെയിം ഡയലോഗ് തന്നെയല്ലേ എന്ന് ഇപ്പൊ അവന്റെ ഫ്രണ്ട്സ് അവനോട് ചോദിക്കുന്നു. എടാ ഇത് അങ്ങനെയല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഒരു റിയൽ യക്ഷിനെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന ഫ്രണ്ട്സ് ഇവന് ഭ്രാന്തായെന്ന് തോന്നുന്നെന്നും പറഞ്ഞ് അവനെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. അടുത്ത സീനിൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയ നായകനാണെങ്കിൽ അവന്റെ റൂമിലേക്ക് പോകാൻ പേടിയായോണ്ട് അമ്മേന്റെ അടുത്ത് വന്ന് കിടക്കുവാണ്. ഈ സമയം അമ്മ പറയുവാണ് മോനെ ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, നീ പോയി കിടക്കുന്നത് നിന്റെ ഭാര്യന്റെ കൂടെയല്ലേ. എന്നാൽ നായകൻ പറയാണ് ഇല്ല ഞാൻ അങ്ങോട്ട് പോവില്ല, ഞാൻ ഇന്ന് അമ്മേന്റെ കൂടെ ഇവിടെ കിടക്കുള്ളൂ എന്ന്. അങ്ങനെ വാശി പിടിച്ച് നായകൻ എന്ന് അവിടെ കിടക്കുന്നു. അടുത്ത ദിവസം രാവിലെ ആവുന്ന സമയത്ത് നായകനെ മുമ്പിൽ പോയി നിൽക്കാൻ വരെ നായകന് പേടിയാണ്. നായകനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണല്ലോ യക്ഷിയായ നമ്മുടെ നായിക. അവള് തന്റെ അച്ഛനെ അമ്മയെ എന്തെങ്കിലും ചെയ്യുമെന്ന് നായകന് പേടിയുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അന്ന് വീണ്ടും നായകൻ അവന്റെ ഫ്രണ്ട്സിനെ പോയി കണ്ട് ഈ കാര്യങ്ങളിൽ അവരോട് ഷെയർ ചെയ്യുന്നു. അങ്ങനെ അവരെ എങ്ങനെയോ ഇതെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് ഒരു സ്വാമിന്റെ അടുത്തേക്ക് വന്ന് ഇന്നപോലെ നടന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ സ്വാമിനോട്
പറയുന്നു. എന്നിട്ട് ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിച്ച് തരണമെന്നും ആ സ്വാമിയോട് പറയുവാണ്. വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാമെന്നും പറഞ്ഞ ആ സ്വാമിയാണെങ്കിൽ ഈ സമയം നായകന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് അയാൾ ആ യക്ഷിനെ തളയ്ക്കാനുള്ള എന്തൊക്കെയോ മന്ത്രങ്ങളും ചൊല്ലി എന്തൊക്കെയോ പൂജകൾ ചെയ്യാൻ തുടങ്ങുവാണ്. എന്നാൽ ഈ സമയം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ നായികയാണെങ്കിൽ ആ പൂജകളെല്ലാം മുടക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന ആ സ്വാമി ഭയങ്കര ശക്തിയുള്ള ഒരു സ്വാമിയായിരുന്നു. അയാളുടെ മന്ത്രത്തിന്റെ പവേഴ്സ് എല്ലാം യൂസ് ചെയ്ത് ഒരു ഘട്ടത്തിലെ നായികനെ തളയ്ക്കുവാണ്. എന്നിട്ട് നായികനെ ഒരു ബോട്ടിലിനകത്തേക്ക് കയറ്റുന്നു. എന്നിട്ട് ആ സ്വാമി നായകനോടും ഫ്രണ്ട്സിനോടും പറയുവാണ്, ഈ പ്രേതം ഇനി പുറത്തു വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആപത്തായിരിക്കും. അതുപോലെ നായകനോട് ആ സ്വാമി പറയാണ്, പിന്നെ ഈ പ്രേതം നിന്നെ ചൂസ് ചെയ്തത് നീ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞതിന്റെ ആ ഒരു പ്രതികാരം കൊണ്ടായിരിക്കും. ശരി, എന്തായാലും ഇപ്പൊ ഈ കുപ്പിയിൽ തളച്ച ഈ പ്രേതത്തിനെ ഈ കുപ്പിയോട് കൂടി തന്നെ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി സേഫ് ആയി കുഴിച്ചിടണം, ആരുടെയും കയ്യിൽ കിട്ടാത്ത പോലെ. ഇത് കേട്ട നായകനും ഫ്രണ്ട്സും ഓക്കെ പറഞ്ഞ് ആ കുപ്പി മറ്റൊരു പെട്ടിയിലിട്ട് അടച്ച് അത് അവിടെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു കുഴിയെടുത്ത് അതിൽ കുഴിച്ചിടുന്നു. അതോടുകൂടി അവരുടെ ആ പ്രശ്നങ്ങളെല്ലാം മാറി. ശേഷം നായകൻ വീട്ടിൽ വന്ന് അവന്റെ അച്ഛനോടും അമ്മയോടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെയും കൺവിൻസ് ചെയ്യുന്നു. ഇവരുടെ കല്യാണം നടന്നത് വളരെ സീക്രട്ട് ആയിട്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരോടൊന്നും ഈ കാര്യങ്ങളൊന്നും നായകന് പറയേണ്ടി വരുന്നില്ല. അതിനുശേഷം വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് നായകൻ മറ്റൊരു കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഗീതു എന്ന് പറയുന്നൊരു പെണ്ണിനെ പോയി നായകൻ പെണ്ണ് കാണുന്നു. അങ്ങനെ അവളെ നായകന് ഇഷ്ടമായി. പിന്നീട് അങ്ങോട്ട് അവളുമായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവളെ മനസ്സിലാക്കി നായകൻ അവളെ കല്യാണം കഴിക്കാനും ഒക്കെ ആവുന്നു. അങ്ങനെ നായകന്റെ വീട്ടിൽ അവന്റെ ആ പുതിയ കല്യാണത്തിന്റെ തിരക്ക് കളയാൻ തുടങ്ങുന്ന ആ സമയത്ത് മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. നായകനും ഫ്രണ്ട്സും അന്ന് ആ പ്രേതത്തിനെ തളച്ച് ആ കുപ്പി ഒരു പെട്ടിയിലിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിടുന്നുണ്ടായിരുന്നല്ലോ. ആ സ്ഥലത്ത് ഇപ്പൊ ഒരു ചെറിയ പയ്യൻ ഒരു മരം നടാൻ വേണ്ടി ഒരു കുഴിയെടുക്കുന്നു. അങ്ങനെ കുഴിയെടുക്കുന്ന സമയത്ത് അന്ന് അവരെ കുഴിച്ചിട്ട ആ പെട്ടി ആ പയ്യൻ കാണുവാണ്. അങ്ങനെ അവൻ അതെടുക്കുന്നു. ഈ സമയം അവന്റെ കുറച്ച് ഫ്രണ്ട്സ് അത് കണ്ടുകൊണ്ട് വന്ന് ആ പെട്ടിയിൽ എന്താണെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പൊ ആ പയ്യൻ അത് അവർക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അതുമായിട്ട് അവിടുന്ന് ഓടുന്നു. അപ്പൊ ആ പെട്ടിയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ആ പയ്യന്റെ പുറകെ അവന്റെ ഫ്രണ്ട്സ് ഓടുവാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ആ പയ്യനെ പിടിച്ച് അവന്റെ കയ്യിൽ നിന്ന് ആ പെട്ടി വാങ്ങാൻ ശ്രമിക്കുന്ന സമയം ആ പയ്യനെ അവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി ദൂരേക്ക് വലിച്ചെറിയുവാണ് ആ പെട്ടി. അങ്ങനെ അത് പോയി വീഴുന്നത് നമ്മുടെ നായകന്റെ വീട്ടിലായിരുന്നു. അടുത്ത സീനിൽ നായകൻ കല്യാണം എല്ലാം കഴിഞ്ഞ് ഗീതുവിനെയും കൂട്ടിക്കൊണ്ട് അവന്റെ വീട്ടിലേക്ക് എത്തുവാണ്. ഈ സമയം നേരത്തെ അവിടെ വന്ന് വീണ ആ പെട്ടി ഉണ്ടല്ലോ, അത് ഗീതു കാണുവാണ്. അവൾക്ക് ഇതുപോലത്തെ പെട്ടിയിലെ കുറെ ഗിഫ്റ്റുകളെല്ലാം കല്യാണത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ആരെങ്കിലും എന്തെങ്കിലും വെഡിങ് ഗിഫ്റ്റ് കൊണ്ടുവന്നപ്പോ താഴെ ചാടി പോയതായിരിക്കും എന്ന് വിചാരിച്ച് അത് ഈ പെട്ടിയിലുള്ള ഒരു വെഡിങ് ഗിഫ്റ്റ് ആണെന്ന് വിചാരിച്ച് അവൾ അത് എടുത്തു വെക്കുന്നു. നൈറ്റ് അവൾ ഓരോരോ പെട്ടികളായിട്ട് അങ്ങനെ തുറക്കുന്ന സമയം അതിന്റെ കൂട്ടത്തില് ഈ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള പെട്ടിയും തുറക്കുന്നു. അങ്ങനെ അത് തീരുമാനമാവുന്നു. കുറച്ചേരം കഴിഞ്ഞിട്ട് നായകൻ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി അവന്റെ മുറിയിലേക്ക് അങ്ങനെ വരുവാണ്. നോക്കുന്ന സമയത്ത് അന്ന് നായകൻ കണ്ട പോലെ തന്നെ, അതായത് നായകൻ എന്നാ ഫാന്റെ മുകളിൽ കയറിയിരുന്നില്ലേ, അതുപോലെ ഇപ്പൊ ഗീതു ഫാന്റെ മുകളിൽ കയറിയിരിക്കുന്നു. ഇത് കണ്ട് നായകനൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന ആ സമയം അന്ന് നായിക യക്ഷിയായി മാറിയ പോലെ ഇപ്പൊ ഗീതു യക്ഷിയായി മാറുവാണ്. താൻ രണ്ടാമതും കല്യാണം കഴിച്ചത് യക്ഷിനെ തന്നെയാണോ എന്ന് നായകൻ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് അവിടെ തുറന്ന ആ പെട്ടി അവിടെ ഇരിക്കുന്നത് നായകൻ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ആ സ്വാമി പറഞ്ഞ പോലെ ആ പെട്ടി തുറന്നു, അതിലെ യക്ഷി പുറത്തു വന്നു. അതായത് ആ യക്ഷി അതിന്ന് നായിക ഗീതുവിന്റെ ശരീരത്തിൽ കയറിയോണ്ടാണ് ഇപ്പൊ ഗീതു ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നതെന്ന് ഈ സമയത്താണ് നായകൻ മനസ്സിലാവുന്നത്. അങ്ങനെ അടുത്ത ദിവസം നായകൻ ഈ കാര്യങ്ങളെല്ലാം അവന്റെ ഫ്രണ്ട്സിനെ അറിയിച്ച് അവരെയും കൂട്ടിക്കൊണ്ട് അന്ന് പോയപോലെ ആ സ്വാമിയുടെ അടുത്തേക്ക് വീണ്ടും എത്തുവാണ്. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം അറിയുമ്പോൾ നായകൻ അന്ന് കണ്ടപോലെ ആ സ്വാമിനെ വീണ്ടും വന്ന് കാണും. ആ സ്വാമിനെ കൊണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യിക്കുമെന്ന് ഇപ്പൊ ആ കുപ്പിയിൽ നിന്ന് ഇറങ്ങിയ യക്ഷിയായ നായികയ്ക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നായിക എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകൻ ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ സ്വാമിന്റെ അടുത്തേക്ക് വന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത രീതിയിൽ അയാളെ പാരലൈസ്ഡ് ആക്കുന്നു. അങ്ങനെ നായകന് മുമ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു വഴി അടഞ്ഞു പോവാണ്. നായകനിപ്പോ രണ്ടാമതായിട്ട് ഗീതു എന്ന് പറയുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചില്ലേ, അവരോടൊപ്പം നായകൻ സന്തോഷമായിട്ട് ജീവിക്കാൻ പാടില്ല. അവരുടെ ഇടയിൽ കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ യക്ഷയായ നായിക ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ നായകനും ഗീതു ഏതൊക്കെ സമയങ്ങളിൽ ഒരുമിക്കാൻ വരുന്നു അപ്പോഴെല്ലാം അവരുടെ ഇടയിൽ കയറി യക്ഷയായ നമ്മുടെ നായിക ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നു. അങ്ങനെയിരിക്കുന്ന അതേ സമയം തന്നെ ഒരു വലിയ പണിയും കൂടി നായകനെ കൊടുക്കുവാണ്. ആക്ച്വലി ഗീതുവിനെ നായകൻ കല്യാണം കഴിച്ചത് അവന്റെ മുമ്പത്തെ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അത് വ്യക്തമാക്കി കൊടുക്കുന്ന രീതിയിൽ അവന്റെ ആദ്യത്തെ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ ഗീതുവിന്റെ കൺമുമ്പിൽ എത്തിച്ച് അവിടെ നായകന് നായിക പണി കൊടുക്കുവാണ്. അങ്ങനെ ഈ കാര്യങ്ങൾ അറിയുന്ന സമയം ഗീതു അവിടുന്ന് പിണങ്ങി പോകുന്നു. ഇനിയും ഗീതുവിൽ നിന്നെല്ലാം മറച്ചു വെച്ചാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ നായകൻ അടുത്ത സീനിൽ അവളെ പോയി കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നായകൻ പറയുന്ന കാര്യങ്ങളിൽ അവളെ കൺവിൻസ് ആവുകയാണ്. അതിനുശേഷം അവൾ നായകന്റെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. എന്നാൽ ഈ സമയത്ത് നായികയാണെങ്കിൽ ഇവരെ മാക്സിമം ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ സൈഡ് ഇടുമ്പോ നീ എന്തിനു വേണ്ടിയാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഞങ്ങളെ ടോർച്ചർ ചെയ്യുന്നത്, ശരിക്കും നിന്റെ പ്രശ്നം എന്താണെന്നൊക്കെ ഗീതു നായികനെ ചോദിക്കുവാണ്. അപ്പൊ നായിക ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, അത് നായകന്റെ മുൻജന്മമായിരുന്നു എന്നും പറയുന്നുണ്ടായിരുന്നു നമ്മള്. ആ സമയത്ത് നായകന്റെ റാണിയായിരുന്നു നമ്മുടെ നായിക. അവളോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്ന ആ സമയത്തും രാജാവായ നമ്മുടെ നായകന് മറ്റേ പല പെണ്ണുങ്ങളുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. അത് മാത്രമല്ല വേട്ടയാടാനൊക്കെ പോകുന്ന സമയം എവിടെയെങ്കിലും വെച്ച് നല്ല സുന്ദരികളായ പെൺകുട്ടികളെ കണ്ട അവരെ അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ രാജാവായ നമ്മുടെ നായകൻ അവരെ കല്യാണം കഴിച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ രാജാവ് ഈ ഒരു കാര്യം പതിവാക്കിയപ്പോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയപ്പോ അതിലൂടെ കൊട്ടാരത്തില് രാജാവിന് ഭാര്യമാരെ തട്ടി നടക്കാൻ കഴിയാത്ത അവസ്ഥയായി പോകുന്നു. അതായത് അത്രയും ഭാര്യമാരാവുന്നു. എന്നാൽ അവരെ കല്യാണം കഴിക്കുന്ന പോലെ അത്ര ഈസി ആയിരുന്നില്ല അവരെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാൻ. ഒരു ഘട്ടത്തിൽ അതിന് കഴിയാതെ വന്ന രാജാവ് വേറെ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്ത് മരിച്ചു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ അതിനേക്കാൾ തകർന്നു പോയത് രാജാവിന്റെ റാണിയായി നമ്മുടെ നായികയായിരുന്നു. അങ്ങനെ അവള് രാജാവിനെ ശപിക്കുകയാണ്. ഈ ജന്മത്തില് തനിക്ക് രാജാവിനോടുള്ള പ്രണയം അറിയാതെ രാജാവ് ഈ തെറ്റുകളെല്ലാം ചെയ്തു കൂട്ടി. എന്നിട്ട് ഒടുവിലിടുന്ന് രക്ഷപ്പെടുന്ന രീതിയിൽ ജീവനൊടുക്കി. അതുകൊണ്ട് രാജാവിന് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഒരു ശാപത്തോടെ
നായികയും സൂയിസൈഡ് ചെയ്യുവാണ്. അതിനുശേഷം ശാന്തി കിട്ടാത്ത രീതിയിൽ നായകന്റെ ആത്മാവ് അവിടെ അങ്ങനെ അലിഞ്ഞു തിരിയുവാണ്. അങ്ങനെ ഇപ്പൊ നൂറ്റാണ്ടുകൾക്ക് ശേഷം നായകന് പുനർജന്മം കിട്ടി. ഈ സമയം നായകന്റെ ജീവിതം തകർക്കാൻ വേണ്ടി അന്നത്തെ ശാപവുമായിട്ട് നായകന്റെ ആത്മാവ് ഇവിടേക്ക് എത്തി. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുജ്ജന്മത്തിലെ പോലെ തന്നെ ആ രാജാവിന്റെ ആ സ്വഭാവക്കാരൻ തന്നെയാണ് നമ്മുടെ നായകനും. മെയിനായിട്ടും ആ കാരണങ്ങൾ കൊണ്ടാണ് നായകൻ ഈ കുഴിയിൽ വന്ന് വീണതും. അങ്ങനെ ഇപ്പൊ നായിക ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം പറഞ്ഞു തരുന്ന സമയം ഇതെല്ലാം കേട്ട ഗീതു പറയുകയാണ്, കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെയൊക്കെ നടന്നെന്നും വിചാരിച്ച് ഈ ജന്മത്തില് ഇദ്ദേഹത്തിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് വളരെ മോശമാണ്. കഴിഞ്ഞ ജന്മത്തിലാണെങ്കിലും ഈ ജന്മത്തിലാണെങ്കിലും ഇവന്റെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ സംസാരിച്ചാലും ഞാൻ നിങ്ങളെ സന്തോഷമായിട്ട് ജീവിക്കാൻ വിടില്ല എന്ന്. അതിനുശേഷം നമ്മുടെ നായിക എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഗീതു എന്ന് പറയുന്ന ആ പെണ്ണ് പറവയായും ആടായും ഒക്കെ രൂപം മാറ്റുവാണ്. ഇതുകൊണ്ടെല്ലാം സഹിക്കാനാവാതെ വന്ന് ഒരു ഘട്ടത്തിൽ ഗീതു നായികയും കൂടി വഴക്കൊക്കെ ഉണ്ടാക്കുന്നു. ഇരിക്കുന്ന സമയത്ത് വേറെ നിവൃത്തിയില്ലാതെ നമ്മുടെ നായകനാണെങ്കിൽ അന്നത്തെ ആ സ്വാമിനെ വീണ്ടും പോയി കാണുന്നു. അയാൾക്ക് നടക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നാലും അയാളെ ഒരു വീൽ ചെയറിൽ അവിടേക്ക് എത്തിച്ച് അയാളെ കൊണ്ട് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നായകൻ ശ്രമിക്കുവാണ്. എന്നാൽ നായിക ആ സ്വാമിനെ ഓൾറെഡി വേണ്ട രീതിയിൽ പെരുമാറിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അയാളുടെ മന്ത്രങ്ങളൊന്നും കേൾക്കുന്നില്ല. അങ്ങനെയിരിക്കുന്ന സമയത്ത് നായികൻ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നു. ഗീതുവിന്റെ അടുത്ത് പോയി എന്തൊക്കെയോ സംസാരിച്ച് അവളെ വീണ്ടും നായകനിൽ നിന്ന് നായിക അകറ്റുവാണ്. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് ആകെ മൈൻഡ് ഡൈവേർട്ടായി അവളെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മദ്യപിച്ച് ലെക്ക് കേട്ട് വീണ്ടും ടെറസിൽ നിന്ന് താഴേക്ക് ചാടുന്നു. മരിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തെങ്കിലും അവൾ മരിക്കുന്നില്ല, പക്ഷെ കോമ സ്റ്റേജിലായി പോവുകയാണ്. അങ്ങനെ ഈ കാര്യം അറിഞ്ഞ് നായകൻ അകത്തകർന്നു പോകുന്നു. അങ്ങനെ ഇപ്പൊ നായകന്റെ അടുത്ത് വന്ന് നായകൻ ഒരുപാട് ദേഷ്യപ്പെടുവാണ്. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ, മുൻജന്മത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റിന് ഇത്രയൊക്കെ എന്നോട് ചെയ്താൽ പോരെ, എന്താ ഇനിയും വേണോ? അങ്ങനെയാണെങ്കിൽ ഇതാ എന്റെയും കൂടി ജീവൻ എടുത്തോളാം നായകൻ പറയുവാണ്. അങ്ങനെ ഇമോഷണൽ ആയിട്ട് നായകൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയം നായകൻ എത്രത്തോളമാണ് ഗീതു എന്ന് പറയുന്ന പെണ്ണിനെ സ്നേഹിക്കുന്നതെന്നുള്ള കാര്യം നായികയ്ക്ക് മനസ്സിലാവുന്നു. ശരിക്കും പണ്ട് നായകന്റെ സ്വഭാവം ഒന്നും അത്ര നല്ലതല്ലായിരുന്നു. എന്നാൽ ഗീതു നായകന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം താൻ ചെയ്ത തെറ്റുകളെല്ലാം നായിക പറഞ്ഞു കൊടുത്തതിന് ശേഷം നായകൻ ശരിക്കും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കോമാ സ്റ്റേജിൽ കിടക്കുന്ന നമ്മുടെ ഗീതുവിനെ നായിക അവളുടെ ശക്തി ഉപയോഗിച്ച് രക്ഷിക്കുവാണ്. അതിൽ അവളെ ജീവൻ തിരിച്ചു കൊടുക്കുന്നു. ഈ സമയം ഇത്രയും വലിയൊരു സഹായം ചെയ്തതിന് നായകൻ നായകനോട് നന്ദി പറയുവാണ്. ശേഷം ഗീതുവും നായകനും ഇനി അവരുടെ ജീവിതത്തിൽ നന്നായിട്ട് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഇനി അവരുടെ ജീവിതത്തിൽ ഒരു ശല്യമായി നിൽക്കാതെ നമ്മുടെ നായിക ആ ലോകം വിട്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ അപകടത്തിൽ നിന്ന് റിക്കവർ ആയ ഗീതുവിനെയും കൂട്ടിക്കൊണ്ട് 2-3 ദിവസം കഴിഞ്ഞ് നായകൻ വീട്ടിലേക്ക് എത്തുവാണ്. എന്നിട്ട് ഹാപ്പിയായി ജീവിച്ചു തുടങ്ങുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്ത് ഗീതുവിന്റെ റിയാക്ഷൻസ് എല്ലാം വീണ്ടും മാറാൻ തുടങ്ങുവാണ്. ഇത് കാണുന്ന നായകൻ ഒന്ന് പേടിക്കുന്നു. നായിക വീണ്ടും വന്നതായിരിക്കുമോ, അല്ലെങ്കിൽ നായകന് മുൻജന്മത്തില് കുറെ അധികം ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അതിൽ ആരുടെയെങ്കിലും ആത്മാവ് വീണ്ടും ഗീതുവിന്റെ മേത്തേക്ക് കയറിയതാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊരു സസ്പെൻസ് ആക്കി കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു എൻഡിങ്ങോടെയാണ് ഈ ഒരു മൂവി അതിന്റെ ചെയ്യുന്നത്. അപ്പൊ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? നമ്മളെ നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യുന്ന ഒരു നല്ല മൂവി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഈ മൂവി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അത് അറിയിക്കുക. അതുപോലെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.